ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോണത് മാങ്ങ കൊണ്ടുള്ള അച്ചാറാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. മാങ്ങച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ മാങ്ങയാണ്. മാങ്ങ നല്ലപോലെ കഴുകി തുടച്ചതിന് ശേഷമാണ് ഇത് അരിഞ്ഞു വെക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പോൾ ഉപ്പെല്ലാം മാങ്ങയിലേക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് മുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടാക്കിയതിന് ശേഷം ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള കായവും ഉലുവയും ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. കായം ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് ഞാൻ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വറ്റൽമുളകും, പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മുപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം മുളക് പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. വേണമെങ്കിൽ ഇതിലിപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. അച്ചാർ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് തന്നെ അച്ചാർ പെട്ടെന്ന് കേട് വരില്ല. അതുകൊണ്ട് ഞാൻ വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസ് അറിയിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്